ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉത്രാടത്തിൻ്റെ തലേന്നത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാവരും കണ്ടു എന്ന് കരുതണു. അപ്പോൾ കണ്ണൻ്റെ മാവേലിയുടെ ലുക്കൊക്കെ ഒന്ന് കാണാൻ ഒന്ന് രണ്ട് പേരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അംഗനവാടിക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അംഗനവാടിയിൽ പരിപാടിയാണ്. അപ്പോൾ അവിടെ പറഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പച്ചക്കറിയൊക്കെ ടീച്ചർ മേടിച്ചെന്നു. എന്നിട്ട് നമ്മൾ ഓരോ വിഭവങ്ങൾ ഓരോ അമ്മമാരിങ്ങനെ ഉണ്ടാക്കിയിട്ട് അംഗനവാടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുക്കളയ്ക്കൊക്കെ ഭയങ്കര സൗകര്യം കുറവായതുകൊണ്ട് അവിടെ വെച്ചുണ്ടാക്കാനുള്ള ഇതില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരുത്തർ അങ്ങനെ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അംഗനവാടി പോണതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഒറ്റ ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഫുള്ളായിട്ട് ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ചിരണ്ടി എടുക്കുക, ചെറുതാക്കി ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. പിന്നെ അതാ ഞാൻ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയണ ഒരു വിഭവമാവില്ലേ, ബീട്രൂട്ടോണ്ടും കൈതച്ചക്കയോണ്ടും വെറുതെ പച്ചടി, അങ്ങനെ വെറും നാളികേരവും തൈര് ഒഴിച്ചിട്ട് അങ്ങനെ പച്ചടി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും ബീട്രൂട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകൊന്നും ചേർക്കണില്ല, അത് നമ്മൾ അരപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതാ ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതൊന്ന് ആ കട്ടയൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതാ അതിലേക്ക് ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതി മുക്കാലെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അരച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കടുകും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ചേർത്താണ് അരയ്ക്കണത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് തന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഗ്യാസമ്മ ഞാനത് വെച്ചിട്ടുണ്ട്. ഞാൻ അരച്ചെടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഒരു 5-10 മിനിറ്റ് മതി. 10 മിനിറ്റൊന്നും വേണ്ട, നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താവുമ്പോൾ തീരെ കനം കുറഞ്ഞതാവുമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാണ് കേട്ടോ. തൈര് ഈ നേരത്തെ തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയിട്ട് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനതൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. തൈര് ഒഴിച്ചാൽ പിന്നെ വല്ലാതെ കത്തിക്കരുത് കേട്ടോ. തീ കത്തിക്കാതെ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പുളിയും കുറവാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരിത്തിരിയും കൂടെ മോരൊഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തിടാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ടാണ് കേട്ടോ വറുത്തിടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ കളറ് ഇതാ കണ്ടോ. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അംഗനവാടിക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം ഞാൻ കണ്ണനൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ താരം മാവേലി കണ്ണനല്ലേ. അപ്പോൾ എനിക്ക് വല്ലാതെ അറിയൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ കൺമിഷി കൊണ്ട് ഒരു മീശ വരച്ചു കൊടുത്തു. അപ്പോഴാണ് ലച്ചുമോള് പറയണത് അമ്മ വീഡിയോ എടുക്കണില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് കേട്ടോ ഓർമ്മ. പിന്നെ ലച്ചുമോള് വീഡിയോ ഒക്കെ എടുത്തു. എന്താ ഞാൻ പിരികനൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണ് മുകളിലൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടി എഴുതി കൊടുത്തിട്ടില്ല. അടിയിൽ വാലിട്ടുങ്ങാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ചെയ്യാനൊക്കെ. അപ്പോൾ നല്ല കുട്ടിയായിട്ട് തന്നെ നിന്നൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോണത് അംഗനവാടിക്ക്. കാരണം അവിടെ നിന്ന് ചെയ്യാൻ വിചാരിച്ചാൽ അത് നടക്കൂല. കുട്ടികളും പാരൻസ് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് ഇവിടുന്ന് തന്നെ ചെയ്ത് പോവുകയാണ്. പിന്നെ ഞാൻ കോസ്റ്റ്യൂമായിട്ട് എടുത്തിട്ടുള്ളത് എനിക്ക് യെല്ലോ കളറ് പട്ടുപാവാട ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിടിച്ച് തലേന്നാണ് കേട്ടോ ടീച്ചർ പറഞ്ഞത്, പിന്നെ ഒന്ന് നോക്കല്ലേ മാവേലി ആക്കാൻ പറ്റുമോയെന്നൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് യെല്ലോ ഷാളും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ലച്ചുമോളൊരു പട്ടുപാവാട ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തു കേട്ടോ. മുൻവശം വെച്ച് മുന്നിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് ബാക്കിലേക്ക് അങ്ങോട്ട് കുത്തി കൊടുത്തു. ഇപ്പോൾ ഇതാ വീഡിയോയിൽ കണ്ട പോലെയൊക്കെ ചെയ്താൽ ഇതേപോലെയൊക്കെ ആയി കിട്ടും. പിന്നെ ഇതാ ഈ ഷോളെന്ന് പറഞ്ഞാൽ ഈ പട്ടുപാവാടനെ അടിച്ചതിൻ്റെ ബാക്കി തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചേച്ചീൻ്റെ കയ്യിൽ തന്നിരുന്നു കുറേ മുന്നേ. ഞാനപ്പോൾ അതങ്ങനെ എടുത്ത് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഒന്ന് ഉപകാരമായി പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ അതും കൂടെ ഷാളാക്കിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് സമയം നിൽക്കുള്ളൂ, എന്നാലും നമുക്ക് ആ ഒരു കോസ്റ്റ്യൂമിൽ കാണുമ്പോൾ ഒരു രസമല്ലേ വിചാരിച്ചിട്ടേ ഞാൻ ആദ്യം കുപ്പായം ഇടുന്നില്ല, വെറുതെ അങ്ങനെ
ഷോളൊന്നും വേണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെയാണ് എനിക്കിങ്ങനെ ഓർമ്മ വന്നത് ഞാൻ ആ സംഭവം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ ഇതാ ശ്രീലുമോൾ എടുക്കണ മുണ്ടുണ്ടോ അതുകൊണ്ട് ഞാനൊന്ന് നോക്കിട്ടോ. അത് ഇവരെ ചോറൂണിനൊക്കെ ഉടുക്കണ മുണ്ടാണ്. അപ്പോൾ അത് എത്തൂല്ല. അപ്പോൾ പിന്നെ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനതെടുത്തു. പിന്നെ അതാ മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാല ഉണ്ടാക്കിയതൊന്നുണ്ട്. പിന്നെ ലച്ചുമോളൊരു കഴുത്തിൽ നെക്ലേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ടു. പിന്നെ എൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കയ്യിലൊക്കെ അങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. അപ്പം ഞാനിത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ മെഷീൻ തയ്ക്കുന്ന നൂലുണ്ടല്ലോ, ആ നൂല് വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ അറ്റം കെട്ടിയത്. അപ്പോൾ അങ്ങനെ കെട്ടുമ്പോൾ നമുക്കത് കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ നമുക്കത് ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കൈ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടോ, കറക്റ്റ് ഫിറ്റിൽ തന്നെ കിട്ടി. മറ്റേ കൈ കെട്ടിയപ്പോൾ ഒന്ന് ലൂസായിപ്പോയി. പിന്നെ അത് ഇങ്ങനെ ചാടിയോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഏതായാലും വേറൊരു നൂലും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ശരിയാക്കിട്ടോ. അപ്പോൾ അതാ ഞാൻ അരപ്പട്ടയും കൂടെ ഒന്ന് കെട്ടി കൊടുക്കാൻ കേട്ടോ. ശ്രീലുമോൾ അപ്പോഴത്തേനും ലച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പട്ടുപാടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ പട്ടുപാടയാണ് കേട്ടോ ശ്രീലുമോളത്. ലച്ചുമോളത് പിന്നെ കുറച്ച് മുന്നേ അടുപ്പിച്ചതാണ്. ലച്ചുവിനും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു സാരി വെച്ചിട്ട് അങ്ങനെ തയ്ച്ചതാണ് കേട്ടോ ഓണാകുമ്പോഴത്തേന്. പിന്നെ അതാ ഞാനൊരു പൊട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ചന്ദനക്കുറി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ചന്ദനം ചിലപ്പോൾ അങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഫൗണ്ടേഷൻ വെച്ചിട്ട് വരച്ചിട്ട് സിംഗാർ കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാവേലി. കണ്ടോ എങ്ങനെയുണ്ട്, അഭിപ്രായങ്ങളൊന്ന് പറയുന്നു കേട്ടോ. പിന്നെ മാവേലി നടന്നൊക്കെ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വണ്ടിയിൽ പോവാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ഏട്ടനെ അപ്പോഴത്തേന് ഇടവണ്ണം പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നു. പിന്നെ ഞങ്ങൾ അങ്കലവാടിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്കലവാടിയിൽ പൂവൊക്കെ ഇടുകയാണ്. ഇതൊക്കെ കുട്ടികൾക്കും അമ്മമാർക്കൊക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഇന്നലെ കുട്ടികളെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇന്ന് അമ്മമാരെ പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂക്കളത്തിന് ചുറ്റും നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്കലവാടീൻ്റെ അടുത്തുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ കസേര കളിയൊക്കെ കളിക്കാനായിട്ട് പോയതാണ് കേട്ടോ. അങ്കലവാടിയിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അമ്മമാരെല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല, തോറ്റു തുന്നമ്പാടി. പിന്നെ രണ്ടാമത്തതായിട്ട് പിന്നെ കുപ്പിയിൽ വെള്ളം നിറക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കൂടിയിരുന്നു. അപ്പോൾ അതിനേതായാലും ഫസ്റ്റൊക്കെ കിട്ടിയിട്ടോ. സന്തോഷം, നല്ലൊരു മോട്ടിവേഷനാണല്ലോ അല്ലേ ഇപ്പം അമ്മമാർക്കൊക്കെ ഇങ്ങനെ. ഇപ്പം പിന്നെ എല്ലായിടത്തും ഇതേപോലെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ട് അംഗനവാടിക്ക് തന്നെ പോന്നു കേട്ടോ. ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും ചോറ് വിളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കും ഞങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് പിന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മമാർക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡിനുള്ള പ്രൈസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മക്കൾക്ക് സമ്മാനമൊക്കെ കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി കേട്ടോ. പിന്നെ എല്ലാവരും ഇതൊക്കെ അവിടുത്തെ അംഗനവാടിയത്തെ കമ്മിറ്റി അംഗങ്ങളാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അവർ ആണ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ സമ്മാനദാനം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. കാരണം പിറ്റേന്ന് ഉത്രാടാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ തിരക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പച്ചക്കറി സാധനങ്ങളൊക്കെ ഞങ്ങൾ തലേന്ന് തന്നെ നുറുക്കി വയ്ക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മക്കളുടേത് കണ്ണനും മാവേലി ആയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതണു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ടും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്